വാട്ട് ദി ആക്ച്വൽ ഹെൽ ഈസ് ഹാപ്പനിങ് വിത്ത് തമിഴ് ഫിലിം ഇൻഡസ്ട്രി. ഈ ഒരു വർഷമായിരിക്കും തമിഴ് ഫിലിം ഇൻഡസ്ട്രി കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഇയേഴ്സ്. ആൻഡ് അത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ലാസ്റ്റ് ഇയർ കൂലി എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ രജനികാന്ത് പടവും നമ്മുടെ ഉലക നായകൻ കമൽഹാസന്റെ തഗ് ലൈഫും കൂടി ഒരുമിച്ച് ഇറങ്ങിയ ഒരു വർഷമായിരുന്നു. അതിനെക്കാട്ടിലും വലിയൊരു ദുരന്തം പിടിച്ച വർഷം എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവൽ വർഷം തന്നെ ആയിരിക്കണം തമിഴ് ഫിലിം ഇൻഡസ്ട്രിക്ക്. ഇതെല്ലാം തുടങ്ങിയത് നമ്മുടെ കാർത്തിയുടെ വാ വാധ്യർ എന്ന് പറയുന്ന ഈ പടത്തിൽ നിന്നായിരുന്നു. റിലീസ് ഡേറ്റും അനൗൺസ് ചെയ്ത് ബുക്കിംഗും തുടങ്ങി അവസാനം കൊണ്ടുപോയി റിലീസ് ഡേറ്റ് പോസ്റ്റ്പോണും ചെയ്ത് ആരും അറിയാത്തൊരു റിലീസ് ഡേറ്റിൽ കൊണ്ടുപോയിട്ട് ഇറക്കുകയും പടം വൻ ദുരന്തമാവുകയും ചെയ്തു. പിന്നെ ഈ പടത്തിന് എന്താ സംഭവിച്ചെന്നുള്ളത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഈ പടത്തിനോടൊപ്പം വൻ കോൺഫിഡൻസോടെ ഇറക്കി ഈ പടത്തിന് എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അതും നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും. പിന്നെ റീസെൻ്റായി ഇറങ്ങി നമ്മുടെ ധനുഷിന്റെ കറ, പ്രൊഡ്യൂസറിന്റെ ഡ്രസ്സിൽ കറ പിടിപ്പിക്കുക എന്നല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്തില്ല. ആൻഡ് ഫൈനലി ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ഈ സിനിമയിലാണ്. ഞാൻ എന്താ പറയേണ്ടത്, ഈ പടം എന്ന് പറയുന്നത് കുറെ മനുഷ്യന്മാരുടെ കഠിനാധ്വാനം, ഒരു വലിയൊരു മനുഷ്യന്റെ ഒരു സ്വപ്നമാണ്. ആ പാവം മനുഷ്യൻ, ആ സ്വപ്നം കണ്ട മനുഷ്യൻ ഇന്നൊരു റീൽ എടുത്തിട്ട് അതിലിരുന്ന് കരഞ്ഞ് ഫാൻസിനോടൊക്കെ സോറി പറയുന്നുണ്ട്. ഇവിടെ ആകെ സോറി പറയേണ്ട ഒരാൾ മാത്രമാണ്, അത് ഈ മനുഷ്യനാണ്, ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ. ഈ മനുഷ്യന്റെ ഫൈനാൻഷ്യൽ കുണ്ടാമണ്ടിത്തരം കാരണമാണ് ഈ പടം ഇന്ന് റിലീസ് ആവാണ്ട് പോയത്. ലൈക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ പടം റിലീസ് ചെയ്യാൻ പോയത്? ഓൾറെഡി ഒരു വർഷമായിട്ട് ഈ പടം പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 1-2 ആഴ്ച പോസ്റ്റ്പോൺ ചെയ്തിട്ട് റിലീസ് ചെയ്താണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് ഫീൽ ചെയ്തില്ല. എന്തിനാണ് ഈ പടം ഇന്ന് റിലീസ് ചെയ്യാൻ പോയത്? എന്തിനാണ് ഇതിന്റെ ബുക്കിംഗ് തുടങ്ങിയത്? കഷ്ടം ബ്രോ, ரொம்ப കഷ്ടം. ഞാനൊന്നും പറയുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ശുഭദിനം. ഇനി കാത്തിരിക്കുക അണ്ണന്റെ കംബാക്കിന് വേണ്ടിയിട്ട് ഇവിടെ തന്നെ.